അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ടീസിങ് എ പ്രീസ്റ്റ് ഇസ് കേഴ്സ് ഓർ എ സിൻ? ഒരു വൈദികനെ ഇതിനെ മോശമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ വൈദികനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് ശാപമാണോ പാപമാണോ? ഇതൊരു വളരെ തമാശയുള്ളൊരു ചോദ്യമാണ്. ഒരു വൈദികനെ TCയിൽ മാത്രമല്ല, ഏത് മനുഷ്യനെ TC ചെയ്യുന്നതും ആ വ്യക്തിയോടുള്ള ബഹുമാനക്കുറവാണ്. അത് വൈദികനായാലും മെത്രാൻച്ചനായാലും അല്ലെങ്കിൽ മാതാപിതാക്കളായാലും മറ്റു ഗുരുബോധരാണെങ്കിലും ആരാണെങ്കിലും. നമുക്കറിയാലോ, ഈ കർത്താവിൻ്റെ മോശയിലൂടെ നൽകപ്പെട്ട 10 പ്രമാണങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. അവസാനത്തെ 7 പ്രമാണങ്ങൾ സഹോദര സ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സഹോദര സ്നേഹത്തിൻ്റെ ആദ്യത്തെ പ്രമാണം ഏതാണ്? 4ാമത്തെ പ്രമാണം. അവിടെ പറയാണ്, മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. അപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കലാണ് സഹോദര സ്നേഹത്തിൻ്റെ തുടക്കം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ, അതുകൊണ്ട് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന കാര്യമുണ്ട് 13ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ ആദരിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ TC ചെയ്യുക, മറ്റുള്ളവർക്ക് വിഷമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അവരോട് കാണിക്കുന്ന അനാദരവാണ്. അപ്പം അത് അനാദരവെന്ന് പറയുന്നത് ആ പ്രമാണങ്ങൾ വലിയ ചാവദോഷം എല്ലാം ആണെന്ന് പറയുന്നില്ലെങ്കിൽ തന്നെ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്കൊക്കെ വിരുദ്ധമാണ്. നമ്മൾ വചനത്തിൽ കാണുന്ന അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ കാണുന്ന, പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ കാണുന്ന ആ പ്രബോധനത്തിനൊക്കെ എതിരാണ്. TC ചെയ്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടത്ര വില കൊടുക്കാതെ, ആ വ്യക്തിയെ മാനിക്കാതെ, എന്തെല്ലാം കുറവുകൾ ആ മനുഷ്യനുണ്ടെങ്കിലും ആ വ്യക്തി എന്നെപ്പോലെ തന്നെ സഹ പൗരനും സഹ ക്രിസ്ത്യാനിയുമാണ്, കത്തോലിക്കനുമാണ് എന്ന രീതിയിൽ അവരായിരിക്കുന്ന രീതിയിൽ, അത് ചെറുപ്പമാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവരാദരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചാവുദോഷം അല്ലെങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവിക അഭിഷേകത്തിൽ നിന്ന്, കൃപയിൽ നിന്നൊക്കെ നമ്മൾ അകറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ ശാപമാണെന്ന് പറയുന്നില്ല, ചാവുദോഷമാണെന്ന് പറയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആ ദൈവവുമായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ നിന്ന് നമ്മളെ അകറ്റും. കാരണം അത് വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നുള്ള പ്രബോധനത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒരു ശൈലിയാണ്, ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത്, ദ സാക്രമെൻ്റ് ഓഫ് ഹോളി കുർബാന ഷുഡ് ബി റിസീവ്ഡ് ഓൺലി ആഫ്റ്റർ പ്രോപ്പർ നോളജ് വൈ ദീസ് സാക്രമെൻ്റ് ഈസ് ഗിവൺ ഏർലിയർ. ശരിയാണ്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എന്താണ് വിശുദ്ധ കുർബാന നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ കുർബാന നമ്മൾ എങ്ങനെ കാണണം, എങ്ങനെ മനസ്സിലാക്കണം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ കുർബാന സ്വീകരിക്കുന്നതാണ് ഐഡിയൽ. പക്ഷെ ഒരുപക്ഷെ നമുക്കറിയാലോ, എത്ര മുതിർന്ന നമുക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഏറ്റവും വലിയ രഹസ്യമാണ്. അത് ദൈവം നമുക്ക് വേണ്ടി പകുത്തു തരുന്ന, തൻ്റെ തന്നെ ശരീരവും രക്തവും പകർത്തു തരുന്ന ഒരു വലിയ രഹസ്യമാണ്. ആ വലിയ രഹസ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ബിലീഫ്. നമുക്ക് രഹസ്യങ്ങളൊന്നും നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ കഴിവുകൾക്ക് എത്രയോ അതീതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ദൈവം. ആ ദൈവത്തിൻ്റെ ഏറ്റവും, ഈ ലോകത്തിൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു രഹസ്യ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തി വിശുദ്ധ കുർബാനയാണ്. തൻ്റെ പുത്രൻ്റെ തിരുശരീരം തിരുരക്തവും ശരീരരക്തങ്ങളാക്കി മാറ്റി നമുക്ക് പകുത്തു തരുന്ന, നമ്മുടെ ആത്മീയ ഭോജനമായി തരുന്ന. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എല്ലാം അറിഞ്ഞതിന് ശേഷം അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കതിനു വേണ്ടി ആഗ്രഹം, ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ പഠിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ആ വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ പരിപൂർണമായ അറിവോട് കൂടിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്കറിയാലോ, നമ്മുടെ സഭയിൽ സംഭവം ശരിയാണ്, പൗരസ്ത്യ രീതി അനുസരിച്ച് നമ്മൾ വിശുദ്ധ കുർബാന മാമുദിസയോട് കൂടി, തൈലലേപനത്തോടു കൂടി വിശുദ്ധ കുർബാന സിംബോളിക്കലായിട്ട് സ്വീകരിക്കുന്നുണ്ട്. കുഞ്ഞിന് തിരുരക്തമോ അല്ലെങ്കിൽ തിരുശരീരത്തിൻ്റെ ഭാഗമോ നാവിൽ വെച്ച് കൊടുത്ത് സിംബോളിക്കലായിട്ട് കുർബാനയ്ക്ക് കൊടുക്കുന്നത്, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ്, അത് ഇനീസിയേഷനാണ്, സാക്രമെൻറ്റ്സ് ഓഫ് ഇനീസിയേഷൻ. സഭയിലേക്കുള്ള പ്രവേശനം, സഭയ്ക്ക് ക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ള ഉത്തരവാദിത്തം തൈലലേപനം, അതോടൊപ്പം തന്നെ സഭയിലേക്ക് പ്രവേശിച്ച് ആ സഭാ ജീവിതം നയിക്കാനുള്ള ആത്മീയ ഭോജനം സിംബോളിക്കലായിട്ട് കുട്ടി സ്വീകരിക്കുന്നു. പക്ഷേ
ആഘോഷമായിട്ടുള്ള കുർബാന സ്വീകരണം എന്ന് പറയും തിരിച്ചറിവ് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞങ്ങളുടെ കാലത്തൊക്കെ 7 വയസ്സ് കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കും. 6-7 വയസ്സായി കഴിഞ്ഞാൽ അതിന് 7 വയസ്സാണ് തിരിച്ചറിവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ദ ഏജ് ഓഫ് ഡിസ്ക്രീഷൻ. ഇപ്പോൾ അത് 10ഉം 12ഉം ഒക്കെ വയസ്സിലൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി പ്രായത്തിയിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് ആഘോഷപൂർവ്വമായിട്ടുള്ള കുർബാന സ്വീകരണം കൊടുക്കുന്നത്. എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ എത്ര മുതിർന്നാലും എന്തെല്ലാം പഠിച്ചാലും വിശുദ്ധ കുർബാനയെ മുഴുവനായി മനസ്സിലാക്കിയിട്ട് കുർബാന സ്വീകരിക്കുക, കുർബാന അർപ്പിക്കുക, കുർബാനയിൽ പങ്കുചേരുക എന്നുള്ളത് മാനുഷികമായിട്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അറിയാൻ പരിശ്രമിക്കുന്നു. നമ്മുടെ ബുദ്ധി അനുസരിച്ച് വിശ്വസിച്ചും പഠിച്ചും ഈശോയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് അറിയാൻ പരിശ്രമിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് എല്ലാ അറിവോടുകൂടി കുർബാന സ്വീകരിച്ചാൽ മതി എന്നുള്ള ചിന്ത അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തൊരിതാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഹൗ ടു ബിലീവ് ഇൻ ഹോളി കുർബാന. കുർബാന നമുക്ക് പറയുന്നത് കർത്താവ് എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച് അത് അന്ത്യത്താഴവേളയിൽ സ്ഥാപിച്ച വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. സോ ഐ ബിലീവ് ഇൻ ദ ഹോളി യൂക്കറിസ്റ്റ്, ജീസസ് ഇൻ ദ ഹോളി യൂക്കറിസ്റ്റ്. അതാണ് ഏറ്റവും വലിയ ഈശോയുടെ ഏറ്റവും വലിയ സാന്നിധ്യം ഈ ലോകത്തിൽ. ചരിത്രപുരുഷനായ ഈശോ ഈ ലോകത്തിൽ വിട പറഞ്ഞപ്പോൾ കർത്താവ് തന്നെ സാക്രമെൻറ്റിലേക്ക്, കൂദാശയിലേക്ക് ചുരുക്കി ഓരോ ദിവസവും നമുക്ക് അൽത്താരയിലൂടെ നമുക്ക് വേണ്ടി സംലഭ്യനാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഈശോ എൻ്റെ രക്ഷകനാണ്, എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ദൈവപുത്രനായ ഈശോ എൻ്റെ രക്ഷകനാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സേവിയറാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ രഹസ്യം എനിക്ക് പൂർണ്ണമാക്കി വ്യക്തമാക്കി തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ എല്ലാം മനസ്സിലാക്കിയിട്ട് ഈശോയിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഈശോയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്കിപ്പോൾ ഉള്ളത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. കർത്താവെ, നിന്നെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. കുർബാന സ്വീകരണം 24 മണിക്കൂർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോ, അന്ന് എനിക്ക് വേണ്ടി മരിച്ച, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച അതേ ഈശോ എനിക്ക് വേണ്ടി സക്രാരിയിൽ കാത്തിരിക്കുന്നു എന്ന് വിശ്വസിച്ച് നമ്മൾ അൾത്താരയിലേക്ക് അണയണം, ആരാധനയ്ക്കായി അണയണം, വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്ത് കുർബാന സ്വീകരിക്കണം.